നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡേ ഇൻ മൈ ലൈഫിനായിട്ട് ഞാൻ ഭയങ്കര ലോങ് ആക്കാൻ വിചാരിക്കുന്നില്ല, എന്തായാലും നമുക്ക് നോക്കാം. സോ ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ എന്തായാലും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ചൊന്നും പരിപാടിയില്ല. അപ്പൊ ഹയക്ക് ഒരു ജേണൽ വീഡിയോ എടുക്കാം. അപ്പൊ ഷോർട്സിലല്ല ഇടുന്നത്, നമ്മൾ ഇതിൽ തന്നെയാണ് ഇടുന്നത്. എന്തായാലും ഷോർട്സ് എടുക്കുന്നതും ഉണ്ടാവും, ഇതിലും റെക്കോർഡ് ചെയ്യും. ഓക്കെ, രണ്ടും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഏതിലാച്ചാ ആവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിരിക്കട്ടോ. നമ്മുടെ പുതിയത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സായ എന്തൊക്കെ ഇങ്ങനെ ഡ്രിങ്ക് ഡ്രിങ്ക് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില സമയത്ത് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ, കാരണം വീഡിയോ സ്റ്റാർട്ടാണ്. അപ്പുറത്ത് ജേർണൽ ചെയ്തോണ്ടിരിക്കാണ്. വെയിറ്റ് മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്ക് റെഡി ആക്കട്ടെ കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ടെസ്റ്റിംഗ് ആണ്, വർക്ക് ആവുന്നുണ്ട്. സോ ഇവിടെ പഴം വാട്ടിയതാണ് ടോയ്സ് ഉണ്ടാക്കുന്നത്. പഴം വാട്ടിയതാണ് എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം. എന്താ പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക് എന്തോ കൺട്രോൾ ആവുന്നില്ല, വർക്ക് ആവുന്നില്ല. നേരെ ഹൈൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും ചാർജ് ചെയ്യുമ്പോൾ റെഡി ആവുമായിരിക്കും ഗൈസ്. ചാർജ് ചെയ്യുമ്പോൾ റെഡി ആവാതിരിക്കത്തില്ല. അപ്പോൾ ചാർജ് ചെയ്ത് റെഡി ആക്കേണ്ടി വരും, അല്ലാണ്ട് നോ അതർ ഐഡിയാസ്. ഈ വേറെ ഐഡിയാസ് ഒന്നും ഇല്ല. സോ എന്തായാലും ഇനി കുറച്ച് നേരം നമ്മൾ നിൽക്കേണ്ടി വരും. അതായത് നമുക്ക് ചാർജ് ചെയ്ത് റെഡി ആക്കും ഗൈസ് എന്ന് വിചാരിക്കുന്നു. അതെ, നമുക്ക് മൈക്ക് എനിക്ക് തോന്നുന്നില്ല വർക്കാവുന്ന. ഐ ഡോണ്ട് തിങ്ക് സോ. സോ കുറച്ച് നേരമായിട്ട് താനെ ഓഫ് ആവണം. കണ്ട ഞാൻ ജേർണൽ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ അറിയാണ്ട് ഓഫാക്കി പോയതാണ്. പക്ഷെ ആക്ച്വലി അത് താനെ ഓഫായതാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചാർജ് ആവാത്ത പ്രോബ്ലം ആയിരിക്കും. ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല. വർക്കാവുന്നുണ്ട്. മുടി കെട്ടാനുള്ള കഷ്ടപ്പാടാണ്ടത്. കുറച്ച് ടൈറ്റാണ് റബ്ബർ ബാൻഡ്, അപ്പം അതുകൊണ്ടാണ് കുഴപ്പം. അയ്യോ കഷ്ടപ്പാട്. ഡെയിൻമേലേക്ക് ഇത്ര കൊളാവാൻ പാടില്ല. അതുകൊണ്ട് ഹാപ്പി ആവാൻ വേണ്ടി നമ്മൾ പൂളിൽ പോകുന്നുണ്ട്. സോ പൂളിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ അറിയില്ല, സീസൺസും ഇതൊക്കെ അനുസരിച്ചിട്ട്. മഴ ചതിക്കാതിരുന്നാൽ മതി. മഴ ചതിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടും. കേസുണ്ടാവും. സംഭവം എന്തോ കുളമായിട്ടോ. അപ്പോൾ ഞാൻ മുടി കെട്ടിയത് എന്തോ കുളമായിട്ടുണ്ട്. സോ നമ്മളൊന്നും കൂടി കെട്ടണം. യോ അപ്പം വെയിറ്റ് ചെയ്യും. സോ എങ്ങനെയൊക്കെയോ മുടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയോ ഞാൻ ക്യാരറ്റ്സ് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഹായുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഹായനെയും കൂടി വിളിക്കാൻ വേണ്ടിക്കും. ഹയാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഒരു കുഴപ്പം പറ്റി, ഇങ്ങോട്ട് വാ. നമുക്ക് ഹായുടെ അടുത്ത് പറയാം. ഹയാ. സോ ഗൈസ്, ഹായ വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കും.
എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ എടുത്തപ്പോൾ പെട്ടെന്ന് മൈക്ക് ഓഫായിരുന്നു. ഞാനത് വെച്ചിട്ട് ഞാൻ മൈക്ക് ഓൺ ചെയ്തിരുന്നു. മൈക്ക് ഓൺ ചെയ്തപ്പോൾ സംഭവം ഓണാവില്ല. അത് ചാർജ് തീർന്നു. ഒരു ഗ്രീൻ കളർ ആയിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ താനി ഓഫായി. എന്നിട്ട് ഞാൻ പിന്നെ ഓൺ ചെയ്തപ്പോൾ ഗ്രീൻ ആയി, പക്ഷെ അത് പിന്നെ ഓഫായി. അത് ചാർജ് തീർന്നിട്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഉറപ്പില്ല. നമ്മൾ പിന്നെ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്തിട്ടില്ലല്ലോ, അതാണ് എൻ്റെ ഡൗട്ട്. എന്തെങ്കിലും ഒരു ഞങ്ങളെങ്ങാണ്ട് 2 months ആയി യൂസ് ചെയ്യാതെ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് പരിചയം ഉണ്ടോ എന്ന് പറയണേ. ഇതൊക്കെ ഒരു സാധാരണ കുഴപ്പമാണ്. അല്ല, ഇത് ഐഫോണിനാണ് കുത്താനുള്ള. അല്ലാതെ സാംസങ്ങിനൊക്കെ അതെ ഇങ്ങനത്തെ സംഭവമാണ്. ഐഫോണിൻ്റെ ഇങ്ങനത്തെ സംഭവം. ഐഫോൺ കുറച്ചുകൂടി ഒരു ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് ക്യാരി ചെയ്യാം. പക്ഷെ അത് കുറച്ചുകൂടി കുത്തിക്കയറ്റി വെക്കേണ്ടി വരും. ഇത് ക്യാരിയബിളാണ്, പക്ഷെ കണ്ടുപിടിക്കാൻ പാടാണ്. ഈ സൈഡും വെക്കാട്ടോ. ചാർജ് അല്ലാതെ പറിക്കാനും പറ്റില്ല. അല്ല, ഐഫോണിൽ പറ്റൂല. ഐഫോണിലേ പറ്റുള്ളൂ. ഇപ്രാവശ്യം നമ്മുടെ വീഡിയോ വലുതായിട്ട് ലോങ് ആയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. കുറച്ച് അയ്യോ സെറ്റിൻ്റെ ഈ സൈഡിലോട്ട് കാണിക്കാം. എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് പറയൂ. ഉള്ളി, അണിയൻ, ക്യാരറ്റ്, ക്യാബേജ് അല്ല സോറി കോളിഫ്ലവർ, പിന്നെ പെപ്പർ എന്തെങ്കിലും അങ്ങനെ പെപ്പർ, സോൾട്ടും പെപ്പറും. പിന്നെ ഇതില് ഫോറിനേഴ്സ് പറയുന്നത് ക്യാപ്സിക്കം. ഇവരൊക്കെ പറയുന്നത് ഫോറിനേഴ്സ് ഒക്കെ പറയുന്നത് ഇതിലെ പെപ്പറിനാണ്, ബെൽ പെപ്പർ എന്നാണ് പറയുന്നത്, എന്നാണ് അറിയപ്പെടുന്നത് ആഫ്രിക്കയിലൊക്കെ. പക്ഷെ നമ്മൾ ഇവിടെ ഇതാണ് പറയുന്നത്. സോ ഗൈസ്, അത് നല്ല നമ്മൾ വാട്ടിയെടുത്തിട്ട് അത് കഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ കുറേ അവക്കാഡോസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവക്കാഡോസാണ് ഇതൊക്കെ. ഭയങ്കര വലിയ അവക്കാഡോ ഉള്ളത് ഗൈസ്. ഇറ്റ്സ് എ വെരി ബിഗ് അവക്കാഡോ. ആൻഡ് ഓൾസോ ദാറ്റ്സ് എന്താണ് പിന്നെ പറയല്, ഞാൻ മറന്നുപോയി. കുക്കുംബർ. യെസ്, ക്യൂക്കമ്പർ എന്നും പറയും. കുക്കുംബർ എന്നാണ് മലയാളീസ് പറയാറ്. ഇത് റോബസ്റ്റ് ആണ്. യെസ്, റോ ബനാന. ഇത് കുറച്ച് പഴുത്തതാണ് യെസ്. ഇത് വെച്ചാണ് ഞാൻ പഴംവാട്ടിയൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും കുറച്ച് ബേക്കറി സംഭവങ്ങളുണ്ട്. നമ്മളങ്ങനെ ബേക്കറീസ് യൂസ് ചെയ്യാറില്ല. സോ സംടൈംസ് ഉള്ളൂ ഞങ്ങൾ കഴിക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഞങ്ങളുടെ ഫാമിലീസൊക്കെ സംടൈംസ് അവർക്കൊക്കെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യാറ്. ജസ്റ്റ് നമുക്ക് എന്തായാലും നമുക്കൊരു വ്യൂ കാണാൻ പോകാം. ഗൈസ് കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ അടിയിലേ നിങ്ങളായിരിക്കും ഇതാണ് സ്വിമ്മിംഗ് പൂൾ എന്ന്. ഗൈസ് അല്ല കേട്ടോ, ഇത് ഇലക്ട്രിക്കിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളവരിന്ന്. സോ ഗൈസ് കണ്ടോ, എനിക്ക് ഇത് പൊക്കി കാണിച്ച് കഴിഞ്ഞാൽ പേടി, താഴത്തോട്ട് വിഗോ എന്നൊരു പേടി. താഴത്തോട്ട് വീണാലേ സംഭവം നമ്മൾ പേടിച്ചതാവും. പിന്നെ ഇപ്പം നമുക്ക് താഴത്തൊക്കെ ആ ഭാഗത്ത് കായലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. തൊട്ട് കായലൊക്കെ കണ്ടോ, ഈ ഭാഗത്ത് കായലും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഭാഗത്തൊക്കെ ഫോറമോൾ കാണായിരുന്നു. ശോഭ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വന്നപ്പം പിന്നെ ഞങ്ങൾക്ക് കാണുന്നില്ല ഒന്നും. ഞങ്ങൾക്ക് ഇവിടെ ഫോറമോൾ കാണുമായിരുന്നു. മെട്രോ നല്ലോം ഈ ഭാഗത്ത് പോകും കേട്ടോ ഗൈസ്. മെട്രോൻ്റെ സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. മെട്രോ ഈ ഭാഗത്ത് പോവും. അതെ, മെട്രോൻ്റെ സൗണ്ടല്ലേ അതിപ്പോൾ കേട്ടോ. അതേ മെട്രോ പോണ് കണ്ടോ നിങ്ങൾ? മെട്രോ പോകണം. നമ്മൾ നേരിട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത് കാണാം, പക്ഷെ ശരിക്കും പതുക്കെയാണ് അത് പോകുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. ഇനിയിപ്പോൾ അതേ ആ മെട്രോ പോയി കഴിഞ്ഞിട്ട് ഈ ഭാഗത്തോട്ട് കറങ്ങി വരുന്നുണ്ട്. കണ്ടോ, ഈ ഭാഗത്തോട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ആ വഴിക്കൂടെയാണ് പോകുന്നത്. നമുക്ക് ആ വഴിക്കൂടെ കാണാമെന്നറിയത്തില്ല. ഇവിടെ നോക്കാം വരുന്നുണ്ടോയെന്ന്.
ഗൈസ് ആ വഴി കൂടെ വരുന്നില്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ആ വഴി വരുന്നില്ലാന്ന് തോന്നുന്നു. ആ വഴി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ വഴിയെ കണ്ടിട്ടുള്ളൂ. എന്തായാലും കറക്റ്റ് മെട്രോ വന്നപ്പോഴാണ് കേട്ടോ നമ്മളത് കിട്ടിയത്. സംഭവം മെട്രോ കറക്റ്റ് വന്നപ്പോഴാണ് കിട്ടിയത് ഗൈസ്. മെട്രോ കറക്റ്റ് വന്നു. എന്തായാലും നമുക്ക് അടയ്ക്കാം. നല്ല വ്യൂസൊക്കെ ഉണ്ട്. വ്യൂവിനൊരു കുഴപ്പമില്ല, നല്ല ഫ്ലാറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ ശോഭ വന്നപ്പോൾ ഞങ്ങൾ ചതിച്ചു ഗൈസ്. ശോഭ എന്ന് പറഞ്ഞ ഫ്ലാറ്റാണ് വന്നിരിക്കുന്നത്. സോ ശോഭ വന്നപ്പം ചതിച്ചു. എന്തായാലും ഞങ്ങൾ 1 BHK ആണ് എടുത്തിരിക്കുന്നത്. യെസ്. സോ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്ത് വരുമ്പോഴേക്ക് കറക്റ്റ് മെട്രോ വന്നു. എന്നിട്ട് മെട്രോ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചെടുത്ത് ഈ ഭാഗത്തോട്ട് നല്ല വ്യൂസൊക്കെ ഉണ്ടെന്ന് കാണിച്ചു. നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഭയങ്കര വെയിലുണ്ട്, പക്ഷെ ഭയങ്കര വെയിലൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ മഴ പെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്രൈറ്റ്നെസ്സിൻ്റെ കുഴവാണോ എന്നൊന്നും അറിയില്ല. വിളിക്കുന്നുണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ടോന്ന് തോന്നണം. ഉള്ളിൻ്റെ സബീരാണ് നമ്മളുടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് അറിയാതെ 10 മിനിറ്റ്സ് എടുത്തില്ല. എനിക്ക് വരില്ല, എനിക്കിത് മതി. ഇതിലോട്ടിട്ട് റൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് കിട്ടും. ഒരു വേവിച്ച റൈസും കൂടി ആഡ് ചെയ്ത് ആർക്ക് ഇത് ഹസൻ്റെ, ഇതെൻ്റെത്, അല്ല ഇതെൻ്റെത്, ഇത് മമ്മൻ്റെ കളത്തി. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് ചെയ്യാം. ഞം 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 നമുക്ക് തിന്നാനൊക്കെ ഉണ്ട്. നല്ല ക്യൂക്കമ്പറാണ്. ക്യൂക്കമ്പറോ ഇതിൽ ആഡ് ചെയ്തിട്ട് കൂടില്ല. സോറി, ക്യൂക്കമ്പർ അല്ല, നല്ല സാലഡാണുള്ളത്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വെജ് ഹോട്ടൽസിലാണ് പോകുന്നത്, കാരണം വി ആർ ഹാവിങ് എ ഡയറ്റ് ആൻഡ് ഓൾ. സോ കോളിഫ്ലവർ നല്ല ടേസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആണ് കോളിഫ്ലവർ. വാവ് ഗൈസ്, മുട്ട ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. ഞാൻ മുട്ടയാണെന്ന് കേട്ടിട്ടേ ഞാൻ കോളിഫ്ലവർ എടുത്ത് കഴിച്ചു. എന്തോ വെജിറ്റബിൾസോ പ്രോട്ടീൻസ് ഒക്കെ പോവോ? സോറി, പ്രോട്ടീൻസ് ന്യൂട്രിയൻസ്. എനിക്കിഷ്ടമല്ല പുളിക്കോപ്പിടാക്കുന്നത്. ഉപ്പിഞ്ഞു വേണോ? ഉപ്പിഞ്ഞു വേണോ? എനിക്ക് കൂടിയ പോലെ ഉണ്ട്, കുറഞ്ഞ പോലെ ഉണ്ട്. കൂടിയാ കുറഞ്ഞ പോലെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ബൈക്ക് ഇപ്പൊ വർക്ക് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ വർക്ക് ആവുന്നുണ്ട്. സോ എന്തായാലും ഞങ്ങള് ഹംഗ്രി മിനാറിൽ പോയതായിരുന്നു. ഇപ്പം ഞങ്ങൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. സോ അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങള് ഇപ്പം രാത്രി എന്തായാലും ഞങ്ങൾ പാർസലും മേടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അല്ല, മേടിച്ചിട്ടില്ല, മേടിക്കും ഹംഗ്രി മിനാറിന് തന്നെ. അപ്പൊ ഞങ്ങൾ അവിടുന്ന് മേടിച്ചിട്ട് കഴിക്കും. സോറി, ഇവിടെ വന്നിട്ട് പാർസലും മേടിച്ചിട്ട് കഴിക്കും. അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങളെല്ലാരും ടയേർഡാണ്. ഇപ്പം രാത്രി എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ പോകുന്നുണ്ട്. ഞങ്ങള് ഇത്തിരി വീഡിയോ ഒരു 7 മണിയൊക്കെ ആവുമ്പോഴായിരിക്കും ഞങ്ങള് എന്താ പറയാ പൂളിൽ പോയി കഴിക്കുന്നത്. പൂളിൽ പോകുന്നത് ചിലപ്പോൾ 7 മണിയൊക്കെ ആവുമ്പോഴായിരിക്കും. 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു 1 hour എങ്ങാണ്ടും എടുക്കും. 1 hour, half an hour ഞങ്ങൾ മോസ്റ്റ്ലി പോകാറുള്ളൂ. സോ half an hour എങ്ങാണ്ടും എടുത്തിട്ട് ഞങ്ങൾ ചെയ്യും. എന്തായാലും എന്താ പറയാ, ഇനി ബാക്കി വീഡിയോ നമുക്ക് സെൻഡ് ചെയ്യാം. ഹയോടെ ഉറങ്ങാട്ടോ ഗൈസ്.
Guys, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹയ ഇപ്പം ഉറങ്ങാണ്. സോ അതുകൊണ്ട് എനിക്ക് അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അവള് പറഞ്ഞു ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാൻ. സോ അതുകൊണ്ടാണ്. സോ എന്തായാലും ഞാൻ ഹയനെ കാണിച്ചു തരാം. സോ എന്തായാലും ഈ വീഡിയോ ഇവിടെ വരെ എത്തുന്ന അറിയത്തില്ല. എനിക്കറിയത്തില്ല ഹാഫ് പാർട്ട് വരുമോ എന്നൊന്നും. സോ എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. സോ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് കഴിയുവാണെങ്കിൽ അല്ലെങ്കിൽ ഹാഫ് ആക്കേണ്ടി വരും. സോ മാക്സിമം ഞങ്ങളുടെ ഈ വീഡിയോ ഫുൾ വീഡിയോ വാച്ച് ചെയ്യാൻ വിചാരിക്കും. സോ ബൈ. സോ ബൈ. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാം. സോ അല്ലെങ്കിൽ ഫുള്ള് പോയതായിരിക്കും. എന്തായാലും ലെറ്റ്സ് സീ. ബൈ. കട്ട്ലറ്റ് കഴിക്കുന്നു. കട്ട്ലറ്റ് നല്ല എരിവുണ്ട്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. മൈക്കൊക്കെ എടുത്ത് ഇതാകുമ്പോഴേക്കും സമയം പോകും. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. സോ നമ്മൾ DNA എന്ന് പറഞ്ഞൊരു ഫിലിം കാണാൻ വിചാരിക്കുന്നുണ്ട്. തിയേറ്ററിലല്ല കേട്ടോ ഗൈസ്, ഇവിടെ തന്നെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണ്. സോ യെസ് ചായ എപ്പോഴും എണീച്ചിട്ടില്ല. അവളെപ്പോഴും ഇടയ്ക്കെടുത്ത് നോക്കണം തന്നെയാണ് ചെയ്യുന്നത്. കട്ട്ലറ്റ് എനിക്ക് ഇരുന്നിട്ടില്ല. ഞാൻ മുളക് കഴിക്കും. എന്ന് വെച്ചാൽ മുളക് ഞാൻ ചോറും കൂട്ടി കഴിക്കും. അല്ലാണ്ട് കഴിക്കുന്നത് എനിക്ക് കഴിയില്ല. പിന്നെ ഞാൻ ചില സമയത്ത് കഴിക്കാറില്ല. ചില സമയത്ത് എനിക്ക് എന്തായാലും ഫീൽ ചെയ്യും, എന്തിനാണ് കഴിച്ചിട്ടൊക്കെ എന്നൊക്കെ തോന്നും. മൈക്ക് എടുത്തതാണ്. സോ എന്തായാലും എനിക്ക് നല്ല എരിഞ്ഞിട്ടുണ്ട്. തൊണ്ട എരിയുന്നു. ഇനിയിപ്പോൾ DNA ഫിലിമൊക്കെ കണ്ടിട്ടിരിക്കണം. സോ എന്തായാലും നമ്മുടെ വെക്കേഷൻ വൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഒന്നും കൂടി ഡേ ഇൻ മൈ ലൈഫ്സും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കുറേ നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്ന് ഹെയർ സ്പാ പോകുന്നുണ്ട്. സോ അപ്പം ഞങ്ങൾ വീഗാസ് എന്ന് പറഞ്ഞ ഹെയർ സ്പാലാണ് പോകുന്നത്. ഉറപ്പില്ല, ഇനി ചിലപ്പോൾ വേറെ സ്പാ ചൂസ് ചെയ്യും. ഇടോന്ന് ഇപ്പം ഞങ്ങള് വീഗാസിലാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ നാടൻ സ്പാ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോറി, സലോൺ. സലോൺ എന്നും പറയും. യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു നോർമൽ ഹെയർ വാഷ്. സോ ലെറ്റ്സ് സീ. എന്തായാലും ഉറപ്പില്ല കേട്ടോ ഗൈസ്. ഉറപ്പേ ഇല്ല. ഞങ്ങൾ അവിടുത്തെ പ്രൈസ് നോക്കും. എന്നിട്ട് ഞങ്ങൾ ഉറപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. സോ എന്തായാലും നാളെ ചിലപ്പോൾ വീഡിയോ വരും. വീഡിയോ എടുക്കും. എന്തായാലും വീഡിയോ എടുക്കും. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യണം. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോൺ ബി. പിന്നെ അവർ ഈ ചൂട് ഇങ്ങനെ ബ്ലോ ഹെയർ ഡ്രയർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഈ ചൂട് കാറ്റ് തട്ടുമ്പോൾ എനിക്കിങ്ങനെ ഇക്ലിയാവും. സോ അപ്പം എന്താണെന്ന് അറിഞ്ഞൂല. വാട്ട് ഈസ് ഗോയിങ് ടു ബി ദാറ്റ് ഐ ഡോണ്ട് നോ. സോ എന്തായാലും ലെറ്റ്സ് സീ ഔട്ട്. സോ നിങ്ങൾ ഏഷ്യാവില് കാണാറുണ്ട്? ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. നിങ്ങൾ സിറ്റുവേഷൻഷിപ്പ് കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വലിയതൊന്നുമില്ല. ഞങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു സംഭവം. എനിക്കിഷ്ടമാണ് ഞാൻ സീരീസ് കാണുന്നത്. പക്ഷെ സെയിം സംഭവം നടക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു മടി തോന്നും. എന്നാലും അത് തീർക്കണം എന്നുള്ളൊരിത് എനിക്കുണ്ടാവാറുണ്ട്. സോ ലൈറ്റ് ഞാൻ കത്തുന്നുണ്ട്. സോ എന്നാലും ഞാൻ കൂടുതൽ വൈബ് ചെയ്യുന്നില്ല. സോ ബൈ. പിന്നെ ഞാൻ ഈ മൈക്ക് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നോക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇനി ചിലപ്പോൾ നമ്മൾ DNA ഹയ എണീച്ചിട്ടായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഹയ എണീച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കാണും. ബൈ. മിസ്സസ് ആൻഡ് മിസ്സസ് ബാച്ചിലർ കാണാൻ പോവാണ്. അപ്പം ഇന്ന് എന്താന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ റിവ്യൂ പറയാൻ പോവാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് അങ്ങനെ എന്താണ്, മിസ്റ്റർ ആൻഡ് മിസ്സസ്
എന്തായാലും ബാച്ചിലർ. അതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല എൻ്റെ അങ്ങനെ ആവാന്ന്. പിന്നെ സംഭവം ഒരു നല്ല കോംബോ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും ട്വിസ്റ്റഡ് ആണ് അതിൽ വന്നിരിക്കുന്നത്. സോ പിന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റില്ല എന്നൊന്നും പറയില്ല, എല്ലാവർക്കും കാണാൻ പറ്റിയത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. വലിയ പേടിക്കാനും ഇല്ല, ഒരു നോർമൽ മൂവിയാണ് ആക്ച്വലി. ഇനി അതിന്റെ പാർട്ട് വരുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനി അവിടെ എൻഡിങ് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ആവും അങ്ങനൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ എൻ്റെ റിവ്യൂ. എനിക്ക് ഇത്ര പറയാനുള്ളൂ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലറിൽ. അപ്പം നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം. എന്തായാലും നമുക്കൊന്ന് പുറത്ത് പാർക്കിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഹയ ഇല്ല, ഹയ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവൾക്ക് ബിരിയാണി കഴിച്ചോണ്ട് തോന്നുന്നു എന്തോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ ഉറങ്ങില്ല എന്ന് തോന്നുന്നു, കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങിയത്. സോ അതുകൊണ്ടായിരിക്കും. സോ എന്താ പറയുക, പിന്നെ നമ്മൾ നേരത്തെ എണീച്ചത് ഇന്ന്. സോ ഐ എം നോട്ട് ഷുവർ. അപ്പം നമുക്ക് എന്തായാലും പാർക്കിൽ പോയിട്ട് വരാം. നമുക്ക് പാർക്കിൽ പോയിട്ട് വരാം. വെറുതെ പോകണ്ടല്ലോ, നമുക്ക് ഹൈനൊന്ന് വിളിച്ച് നോക്കാം. അവള് വരുവാണെങ്കിൽ വരട്ടെ. ഞാൻ ആ സമയത്ത് വ്ളോഗ് എടുത്തില്ല. എന്തായാലും അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വരുന്നില്ലെങ്കിൽ വരണ്ട, നമുക്ക് പോവാം. നമ്മൾ കൈത്തൊട്ടാണ് പോകുന്നത്. നോക്കാം. വരുന്നുണ്ട്. പോവോ. സോ ഗൈസ് ഞാൻ ലിഫ്റ്റിലാണ്. അത് ലിഫ്റ്റിൽ പെട്ടെന്ന് എത്തോട്ടോ ഗൈസ്. സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ സ്റ്റെപ്പിൽ പോരല്ല, കാരണം ഞങ്ങളുടെ കുറച്ചുകൂടി മേലെയാണ്. കുറച്ച് രാത്രിയാണ് ടൈം. സോ അതുകൊണ്ട് ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഒരു കുട്ടീന്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മള് ആ കുട്ടി ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അല്ല, ഉണ്ടാന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. സ്കൂളിലെങ്ങാണ്ട് വേണമെങ്കിൽ കളർ ഡ്രസ് ഇട്ടിട്ട് മനസ്സിലാക്കുമായിരുന്നു. അതും പറ്റൂലല്ലോ. കേക്കൊന്നും കട്ടില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ചളിവെള്ളമാണ്, ചളിയുണ്ട് ഗൈസ്. കറക്റ്റ് നമ്മൾ വന്നപ്പോ നല്ല കാറ്റുണ്ട്. ഞാൻ വരുന്ന കണ്ടിട്ടാണോ ഞാൻ ഒരു ലൈറ്റ് ഓൺ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അവര് വന്നിട്ടുണ്ട്. നല്ല കാറ്റ്, നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ വ്യൂ കണ്ടിട്ട് പോവാം. നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്? ഉള്ളിലോട്ട് പോകണ്ട, ആ ഭാഗത്തൊന്നും അങ്ങനെ ചളിവെള്ളം ഇല്ല. നമുക്ക് ആ ഭാഗത്ത് ഇവിടുന്നൊക്കെ ഉണ്ട് ഞാൻ റീൽസ് ഒക്കെ എടുത്തത്. ക്രിസ്മസിന്റെ സൗണ്ട് ഒക്കെയാണ്. സോ എനിക്ക് ഐ റിയലി ലവ് ഇറ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൾമോസ്റ്റ് ഇത്രയും വർഷം ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ വ്യൂ. അടിപൊളി പാത്ത് അല്ലേ ഗൈസ്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 200 മീറ്റേഴ്സ് ഉണ്ട്. മീറ്റേഴ്സ് ആണ് വരുന്നത്. സോ അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല ആ കറക്റ്റ് എത്രയാണ്. ഓൾമോസ്റ്റ് 200+ മീറ്റേഴ്സ് ഉണ്ട്, അത്രേ എനിക്ക് അറിയത്തുള്ളൂ. എന്തായാലും 300 ഒക്കെ വരാൻ കുറവാണ്, എനിക്കറിയത്തില്ല. സോ ഗൈസ് ഇവിടെ ഫുട്ബോൾ പ്ലേ ആണ്, നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ആരും ഉണ്ടാവാറില്ല. ഓക്കെ ഗൈസ്, ഇവിടെ നല്ല ചളി വെള്ളമാണ്. സോ അതൊക്കെ ഈ ഭാഗത്തേക്ക് പോകാം.
ഭാഗത്ത് ഭയങ്കര ചളികളാണ് ഗൈസ്, ഭയങ്കര ചളിവെള്ളം. സോ അതുകൊണ്ട് അവിടെ പറ്റത്തില്ല. എന്തായാലും നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പോവാം. അയ്യോ, ഇത് ഓഫല്ലല്ലോ അല്ലേ ഗൈസ്? എന്റെ ഒരു ചെറിയ പേടിയാണ്. അയ്യോ, ചളിവെള്ളം എങ്ങനെ പോകും? എനിക്ക് പോവാനാണെങ്കിൽ പേടിയാവുന്നു. പാർക്ക് ചളിവെള്ളം ആയതുകൊണ്ടായിരിക്കും ആരും വരാൻ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ സ്പ്രേ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ എന്തായാലും എല്ലാം കാണാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് മാക്സിമം വ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേണേ അപ്പുറത്തെ പാത്വേ കൂടെ ഉള്ളത് കിട്ടത്തില്ല. അപ്പൊ എന്തായാലും അപ്പുറത്ത് പുല്ലുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ആ ഭാഗത്ത് എടുക്കാൻ കഴിയുമെന്ന് നോക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ ഭാഗത്ത് കിട്ടോ? ഓക്കെ ഗൈസ്, നമുക്ക് ആ ഭാഗത്തോട്ട് പോയി നോക്കാം. നല്ല പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വൈബ് കൂടും ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഒരു ഷെഡ് വിരിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ചളിയൊന്നും ആയതുകൊണ്ട് ഇല്ല. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ചളി വരുന്നത് പോലെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ കാണിക്കാം. കാരണം വെച്ചാല് ഉള്ളിൽ കുറച്ചൊരു ചളിയായിരിക്കാണ്. പക്ഷെ നാളെ രാവിലെ കാണിക്കാം. സോ ഇതുപോലത്തെ ഡെയിൽ മൈ ലൈഫ് ഒക്കെ ഞങ്ങള് ഈ ഫ്ലാറ്റിൽ നിന്ന് എടുക്കാൻ ട്രൈ ചെയ്യാം. പക്ഷെ വീട്ടിൽ നിന്നൊക്കെ കഴിയുന്നതല്ല. സോ അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കാറൊക്കെ വരുന്നുണ്ട്. വെള്ളം ഇവിടൊക്കെ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഗൈസ്, ഞാൻ പറഞ്ഞത് കേട്ടോന്ന് അറിയത്തില്ല. ആ ഭാഗത്ത് ഷെഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പൂളിന്റെ ഭാഗത്തൊന്ന് പോയി നോക്കാം. പൂളിന്റെ ഭാഗത്ത് പിന്നെ ഞാൻ വിചാരിച്ചു പൂളിന്റെ ഭാഗത്ത് പോകണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാലേ ഒന്നാമത് ഞങ്ങള് അങ്ങനെ ചിൽഡ്രൻസ് അങ്ങനെ അലൗഡ് അല്ല. അവിടെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് മൂളൊന്നുമല്ല, ഭയങ്കര അങ്ങനെ അലൗഡ് അല്ല. അത് മാത്രമല്ല, ഹൈ കൂടി വന്നിട്ട് പോരെ എന്തിനാ ഒറ്റക്കൊക്കെ പോയിട്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോ പോവും, അങ്ങോട്ട് പോവും. ഇപ്പൊ തന്നെ നമ്മൾ പൂളിലോട്ട് പോവും. സോ ദിസ് ഇസ് അവർ എൻട്രി. ക്ലിയർ ആവുന്നുണ്ട്. ഫോക്കസ് ഓൺ brightness. Guys, yeah. അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എന്താ പറയാ, പുള്ളൊക്കെ നല്ല ആൾക്കാർ വന്നു തുടങ്ങി. സോ ഗൈസ്, ഇവിടെ ഫേസ് ഐ ഡി ഉണ്ട്. യോ സർവീസ് എന്തായാലും ഫ്ലോർ നീക്കിയിട്ടുണ്ട്. വലുതായിട്ടൊന്നും കൊടുത്തില്ല, അങ്ങനെ ഇതൊന്നും ആക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ചുമ്മാ കണ്ടിട്ട് പോവാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് തരണ്ടേ, നമ്മൾ അത്രയും കാണിച്ചു. സോ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ റൂമാണിത്. നമുക്ക് അവിടെ എൻട്രി പോകാം. അതുകൊണ്ട് ഇങ്ങനെ കാണാറില്ല. യെസ്, കറക്റ്റ് 7 മണിയായിട്ടോ. സോറി, ഒരു മിനിറ്റേ. അയ്യോ ഗൈസ്, എന്തായാലും നമ്മൾ അവിടെ കയറ്റി. സോ നമുക്കൊന്ന് കൈ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി.
നമുക്ക് കഴിച്ചേക്കാം. ഇത് ഉപ്പിടാം. ഉപ്പിടാം. ഇതെല്ലാം സെറ്റും ഇട്ടിട്ടുണ്ട്. വെച്ചിട്ട് വരാം. കുറച്ചൊരു വെയിറ്റ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈയൊക്കെ വാഷ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ വാഷ്റൂം പോയിട്ട് പെട്ടെന്ന് വാഷൊക്കെ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ചളിവെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കളിക്കാനൊന്നും പാടില്ല. ഞാൻ കളിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ കാലൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വന്നു. ഗൈസ് അറിഞ്ഞൂടാ, താഴത്ത് ആൾക്കാർ വരും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. ഞങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കുറേ. അപ്പം അവരുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അവരുടെ കൂടെ കളിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഹയ ഭയങ്കര സ്ലീപ്പിയാണ്. ഹയനെ എണിപ്പിച്ചൊക്കെ നമ്മളൊരു 7 മണിയായില്ലേ, എത്ര നേരം അവൾ ഉറങ്ങിയതാ. വിളിച്ചെണീപ്പിക്കാം. പിന്നെ ഞങ്ങൾ ബിരിയാണി അറൈവ് ചെയ്യും ഏകദേശം 7 മണിയാകുമ്പോഴെന്നാ പറഞ്ഞത്. 7 മണിയായും 7-8 ആയും. സത്യം തോന്നുന്നുണ്ട്. ഒറ്റ മിനിറ്റ് വെയിറ്റ് 1 മിനിറ്റ്. അല്ല ഗൈസ്, അത് നമ്മുടെ നെയ്ബറാണെന്ന് തോന്നുന്നു. ബിരിയാണി എത്തിയോ തോന്നാം. എന്തായാലും എൻ്റെ പപ്പയാണ് കൊണ്ടുവരുന്നത് ബിരിയാണി. ഹംഗ്രി മിന്നാറിൽ തന്നെയാണ് ഞങ്ങൾ മേടിച്ചത്. എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഉച്ചക്ക് കഴിച്ച. അപ്പം ഇവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ച് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എന്നെ കൊണ്ട് ഇത്രയും കുക്കുംബറൊന്നും കഴിച്ചു തീർക്കാനില്ല. കുറച്ചൊക്കെ ഹൈക്കും കുഴക്കാം. നമുക്ക് ഹൈനെ എണീപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വ്ളോഗിങ് ആണെന്ന് പറയും. കാരണം വെച്ചാൽ പിന്നെ അവളെ ഞാൻ ചൂടായല്ലോ, വ്ളോഗിങ് ആയിരുന്നോ, എന്താ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞിട്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വിളിച്ചു വളർത്തുന്നുണ്ട് അവളെ. ഞാൻ എന്തായാലും ഇത് മൊത്തം എന്നെ കൊണ്ട് കയറില്ല, കുറച്ചവിടെ ഇരിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരെ കഴിച്ചോളൂ. നമുക്ക് മൊത്തം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഫുഡിയല്ല. ഞാൻ കഴിക്കാൻ ഇഷ്ടമാണ്, ടേസ്റ്റ് ഇഷ്ടം. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡിയൊന്നും എനിക്കാവാൻ പറ്റത്തില്ല. സോ ഞാൻ അത് തന്നെ ചെയ്യണം. നമുക്ക് അതിനെ വിളിച്ചിട്ട് വരാം. വെയിറ്റ് എ മിനിറ്റ്, പറഞ്ഞിട്ട് എണീക്ക് 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 ഹയ എണീക്ക് ഹയ എണീക്ക്. ഒറ്റ മിനിറ്റ്, ഞാൻ എൻ്റെ മൈക്കൊന്ന് ഇടട്ടെ. മൈക്ക് ഇടാൻ കഴിയുന്നില്ല. മൈക്ക് ഇടട്ടെ. ഫോളാണേ കാണിക്കാൻ പോണേ. വാട്ടർഫോളൊക്കെ നമ്മളതൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ വിളിച്ചപ്പോൾ തട്ടി താഴെ വീഴ്ത്തി, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ എന്തായാലും വീഡിയോയിൽ ആഡ് ചെയ്യും ഗൈസ്. എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ആഡ് ചെയ്യും. കാരണം ഇങ്ങനത്തെ വ്യക്തി സ്വഭാവങ്ങളൊക്കെ അറിയണം. സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ അറിഞ്ഞെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ DNA കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉറക്കം മൂടൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നാളെ നമ്മൾ സലോണിൽ പോകുന്നുണ്ട് ഗൈസ്. വികാസുണ്ടോ ഒരു നമ്മൾ അടുത്തുണ്ടോ കാണിച്ചുതരാം. പിന്നെ അത് ഷോർട്സിലും ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഒരെണ്ണം ഷോർട്സിൽ ഞങ്ങൾ മൊത്തം ചെയ്യത്തില്ല. ഞാൻ പിന്നെ കുറച്ചെണ്ണം വീഡിയോസ് ആക്കി ഇടുന്നതായിരിക്കും.
വീഡിയോസ് എന്തായാലും ഇടും. വീഡിയോസ് കുറച്ചുകൂടി വലുതാക്കിയിട്ടായിരിക്കും ഇടുക. പക്ഷെ മറ്റേത് ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ ആ ഒരു വീഡിയോ വന്ന് കഴിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ആയിരിക്കും ഇടുന്നത്. സോ അതുകൊണ്ട് അത് കുറച്ച് സമയം എടുക്കും. പക്ഷെ നമ്മുടെ സലോണിൽ പോണത് എന്തായാലും പെട്ടെന്ന് തന്നെ ആവും. സോ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇത് ഇന്ന് വരും നാളെ വരും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും എക്സാം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊരു ഹാപ്പിനെസ്സാണ്. എക്സാം കഴിഞ്ഞതുകൊണ്ട് ഇതിനിപ്പം ഞങ്ങൾ മാക്സിമം റീൽസൊക്കെ നോക്കാം. ഞങ്ങൾ മോസ്റ്റ്ലി മിക്കവാറും ഞങ്ങൾ കുറേ റീൽസും വീഡിയോസൊക്കെ ഇന്ന് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും നാളെ ആയിരിക്കും ഇടുന്നത്. ഡേ ഇൻ മൈ ലൈഫൊക്കെ കഴിഞ്ഞിരിക്കല്ലേ. ഓക്കെ, അതൊക്കെ ഇനിയും നമ്മൾ ഉറങ്ങുന്നതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീച്ച് എന്നിട്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ രചന ശ്യാം. ബൈ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വന്നതാണ്. സോ എന്തായാലും പിന്നെ നമ്മളിവിടെ കട്ട്ലറ്റ് എന്തോ മേടിച്ചിട്ടുണ്ട്. ഇനി അത് കട്ട്ലറ്റ് കഴിക്കാം. അങ്ങനെ പോകുന്നു.